പത്തനംതിട്ട പോക്സോ കേസിൽ 8 പേർ കൂടി കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി ചോദ്യം ചെയ്യും. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. കേസിൽ 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരിൽ പരിശീലകരും സുഹൃത്തുക്കളുമെന്നും കണ്ടെത്തൽ. പ്രതികൾ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് അച്ഛന്റെ ഫോൺ വഴിയെന്നും പോലീസ്. സാജിദ് അജ്മൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാജിദ്, വലിയ വ്യാപ്തിയുള്ള കേസാണ്. 60-ലധികം ആളുകൾ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. ഇനിയും നിരവധി ആളുകളെ പിടികൂടാനുണ്ട്, കണ്ടെത്താനുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നു അന്വേഷണം? സ്നേഹ, ഈ പത്തനംതിട്ടയിൽ 62 പേരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പെൺകുട്ടി CWCക്ക് ആദ്യം മൊഴി നൽകുന്നത്. പിന്നീട് ഈ മൊഴി പോലീസിനും നൽകിയിട്ടുണ്ട്. 5 പേരെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ആയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ 10 പേർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഈ പെൺകുട്ടിയുടെ ഈ സഹപാഠികളായ, അതായത് ഈ കായിക പരിശീലനത്തിനും മറ്റും ഒപ്പമുണ്ടായിരുന്ന ആളുകളാണ്. ഇതിൽ 10 പേരുടെ അറസ്റ്റ് ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി രേഖപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. ഞാൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇങ്ങോട്ട് ഈ DYSPയും അതുപോലെ തന്നെ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാവുക. ഈ പെൺകുട്ടിയുമായി ഈ പ്രതികൾ ബന്ധം പുലർത്തിയിരുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ്. അച്ഛൻ്റെ ഫോണിൽ ഇവരുടെ ഈ കോണ്ടാക്ട് നമ്പർ മാത്രമല്ല, ഈ ചില നിർണായക ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ ഈ പ്രതികളിൽ ചിലർ പകർത്തിയിരുന്നു. അതുകൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോടതിയിൽ ഹാജരാക്കാൻ കഴിയും. ഇത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ഈ നിലവിൽ 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഈ 14 വയസ്സ് മുതൽ തന്നെ ഈ പെൺകുട്ടി പല തവണ ഈ പലരാലിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോക്സോ വകുപ്പും SC/ST അട്രോസിറ്റി വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ പ്രതികൾ ആരെല്ലാമാണ് എന്നുള്ളത് ഈ പെൺകുട്ടി കൂടി ഈ സ്ഥിരീകരിക്കുന്ന മുറയ്ക്കായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക. ആ നടപടിക്രമങ്ങളാണ് ഇനി നടക്കാനുള്ളത്. ഈ CWC ഈ പെൺകുട്ടിക്ക് വേണ്ട എല്ലാവിധ സുരക്ഷയും ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വനിതാ ശിശുക്ഷേമ വകുപ്പും ഈ പെൺകുട്ടി അവരുടെ നിയന്ത്രണത്തിലാണ്, കേന്ദ്രത്തിലാണ് നിലവിൽ ഉള്ളത്. ഈ ഭൂരിഭാഗവും ഈ 18-19 വയസ്സുള്ള പ്രതികളാണ്. ഇന്നലെ ഈ അറസ്റ്റിലായ ആളുകൾ, അതായത് നിലവിൽ ജയിലിൽ കഴിയുന്ന ആളുകൾ ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ള മൊഴിയാണ് പെൺകുട്ടി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഇനി ഈ ബാക്കി പ്രതികളെ കൂടി കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള അത്തരത്തിൽ നിരവധി പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളുകളുടെ നമ്പർ ഉണ്ട്, അത്തരത്തിൽ ദൃശ്യങ്ങൾ, ഫോട്ടോകളൊക്കെ ഉണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നല്ലോ. അപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടക്കം നിർണായകമാകുമല്ലേ ഈ കേസിൽ? തീർച്ചയായും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെ ആയിരിക്കും. അതിൽ ചില ദൃശ്യങ്ങൾ ഉണ്ട്, അതോടൊപ്പം ചില ഫോട്ടോകളുണ്ട്. സ്വാഭാവികമായും ഈ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ എന്തെല്ലാം സന്ദേശങ്ങൾ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ മുഖേന നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇത് ഇനി ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായി ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം അയക്കും. അങ്ങനെ ഈ പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. ഈ അന്വേഷണ സംഘത്തിന് ഈ സൈബർ സെല്ലിന്റെ ഈ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യം കൂടി ഈ പ്രത്യേകമായി ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇതിൽ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സഹായകരമായ കാര്യമെന്ന് പറയുന്നത് 42 ഈ പ്രതികളെ, കുട്ടിയെ പീഡിപ്പിച്ച 42 പേരുടെ ഈ കോണ്ടാക്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ നടന്ന ഈ വാട്സപ്പിലൂടെയും മറ്റും നടന്ന സംഭാഷണങ്ങൾ, ഓഡിയോ ക്ലിപ്പുകൾ, സന്ദേശങ്ങൾ ഇവയെല്ലാം തന്നെ പോലീസ് ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന നിലയ്ക്കാണ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാക്കി പ്രതികളെ കൂടി കണ്ടെത്തുക, പിടികൂടുക എന്നതിനാണ് പോലീസ് പ്രാമുഖ്യം നൽകുന്നത്. ഈ പ്രതികൾ ഒളിവിൽ പോകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. നിലവിൽ എന്തായാലും 10 പേരാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഈ കസ്റ്റഡിയിലുള്ളത്. ഇവർ ലോക്കപ്പിലാണ് ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി തുടർ നടപടികളിലേക്ക് കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. സ്നേഹ.
ശരി, പത്തനംതിട്ട പോക്സോ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത്. കുട്ടിയുടെ പരിശീലകരും സഹപാഠികളും അടക്കം കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. നിലവിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 പേർ കസ്റ്റഡിയിലുണ്ട്. അവരുടെ അറസ്റ്റിലേക്കൊക്കെ വരും മണിക്കൂറുകളിൽ കടക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇനിയും ഏറെ പേരെ കണ്ടെത്താനുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം അതിനിർണായകമായ കേസാണിത്. സാജിദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.